നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. എന്നും അടിയും വഴക്കും രാഷ്ട്രീയമായിട്ട് പോയാലോ, നമുക്ക് മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് കിടക്കാം. അതുവരെ നമുക്കൊരു കവിതയുടെ വരികൾ നമുക്കൊന്ന് ആസ്വദിക്കാം. ആ കവിത എഴുതിയതാരാണ് എന്നൊക്കെ അവസാനം നിങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടിയായി ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ തരാം. അപ്പോൾ തുടങ്ങാം. കവിത ആധാരം തേടുന്നവർ. മക്കളെ താഴത്തും തറയിലും വെക്കാതെയാണ് വളർത്തിയത്. അമ്മയില്ലാത്ത ദുഃഖം അവരെ അറിയിച്ചിട്ടില്ല. കുന്നോളം സ്നേഹവും കഴിവോളം കരുതലും കൊടുത്തു. വളർന്ന് തന്നോളമായപ്പോൾ അവരെ താനെന്ന് വിളിച്ചു. തോളപ്പം കഴിഞ്ഞും ഉയർന്നപ്പോൾ മാറുനിന്ന് സാറെന്ന് വിളിച്ചു. പക്ഷേ ഉള്ളതെല്ലാം കൊടുത്തിട്ടും അവരെൻ്റെ ഉള്ളു കണ്ടില്ല. കാരണം ഭാര്യമാർ തിന്നു തീർത്ത ചെവികളുമായി അവർ ആധാരം തേടുകയായിരുന്നു. ആധാരം കാണാതായപ്പോൾ അവരെന്നെ ഏറ് കണ്ടിട്ട് നോക്കി. ആ ഏറ് എൻ്റെ നെഞ്ചിലാണ് വന്നു കൊണ്ടത്. മുറിയാതെയും ചോര പൊടിയുമെന്ന് ആദ്യമായി അറിഞ്ഞു. തേടി തേടി അവരൊടുവിൽ ആധാരം കണ്ടെത്തി. പക്ഷേ കണ്ടെത്തിയിട്ടും സംശയം തീരുന്നില്ല. എന്നെ ഒന്നുകൂടി നോക്കിയിട്ട് ആധാരം അവർ അലമാരയിൽ ഭദ്രമായി കൂട്ടിവെച്ചു. ഞാൻ ആർക്കെങ്കിലും കൊടുത്താലോ എന്ന്. അതോടെ കാലങ്ങൾ വരവായി. കണ്ണുകൾ കഥ പറയുന്ന കാലം, കണ്ണേററ്റ് കണ്ണ് പൊള്ളുന്ന കാലം, പൊള്ളിപ്പോയ കണ്ണിലിരുന്ന് കണ്ണുനീർ തുള്ളി തിളയ്ക്കുന്ന കാലം, കഞ്ഞി പിരിവെട്ടി തൊണ്ടയിൽ ചോറ് കുടുങ്ങിപ്പോയ കാലം, നിദ്രാദേവി പിണങ്ങിപ്പിരിഞ്ഞ കാലം, ഒടുവിൽ ചിതലരിക്കാത്ത ചിത്തത്തെ സ്വയം ചിതയിൽ വയ്ക്കുകയായിരുന്നു. ചിത കത്തിയമർന്നപ്പോൾ വെളുത്ത പുക കണ്ടു. ആധാരങ്ങളും മുന്നാധാരങ്ങളും ആ പുകയിൽ ലയിച്ചു തീരവേ സർവാധാരമായ ഒരു മൂലാധാരം മനസ്സിൽ സാവധാനം തെളിഞ്ഞു വന്നു. ഇതാണ് കവിത. മോഹൻ ചെറായി എഴുതിയ ആധാരം തേടുന്നവർ എന്ന കവിത വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏകാന്തതയെയും അവഗണനയെയും അതീവ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ആധുനിക കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും സ്വാർത്ഥതകളും ഈ വരികളിൽ തെളിഞ്ഞു നിൽക്കുന്നു. നമുക്കിതിനെക്കുറിച്ച് ഒന്ന് ആഴത്തിലൊന്ന് നോക്കിയാലോ. മക്കളെ കുന്നോളം സ്നേഹവും കരുതലും നൽകി വളർത്തിയ ഒരു പിതാവിൻ്റെ ആത്മകഥമായാണ് കവിത ആരംഭിക്കുന്നത്. താഴത്തും തറയിലും വയ്ക്കാതെ എന്ന പ്രയോഗം പിതാവ് തൻ്റെ മക്കൾക്ക് നൽകിയ സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. മാതൃവിയോഗം അവരെ അറിയിക്കാതെ വളർത്താൻ അദ്ദേഹം പണിപ്പെട്ടു. എന്നാൽ മക്കൾ വളർന്നത് വലുതായപ്പോൾ അവർക്കിടയിലുണ്ടായ ദൂരം കവി മനോഹരമായി വരച്ചു കാട്ടുന്നു. താൻ എന്ന വിളിയിൽ നിന്ന് സാർ എന്ന വിളിയിലേക്കുള്ള മാറ്റം ആത്മബന്ധത്തിനെന്ന വിള്ളലാണ് അടയാളപ്പെടുത്തുന്നത്. കവിതയുടെ കേന്ദ്രബിന്ദു ആധാരം എന്ന പദമാണ് ഇവിടെ. ആധാരം കേവലം ഒരു ഭൂമിരേഖ മാത്രമല്ല, അത് മക്കളുടെ ആർത്തിയുടെയും അവിശ്വാസത്തിൻ്റെയും പ്രതീകമായാണ് കാണുന്നത്. തങ്ങളെ വളർത്തിയ അച്ഛൻ്റെ മനസ്സ് കാണാതെ അവർ തിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്തുക്കളിലായിരുന്നു. ഭാര്യമാർ തിന്നു തീർത്ത ചെവികളുമായി അവർ ആധാരം തേടുകയായിരുന്നു എന്ന വരികൾ, ഞാൻ മുകളിൽ പറഞ്ഞ വരികൾ കുടുംബ ബന്ധങ്ങളിൽ കടന്നുകൂടുന്ന ബഹുസ്വാധീനങ്ങളെയും ബാഹ്യസ്വാധീനങ്ങളെയും സ്വാർത്ഥതകളെയും തുറന്നു കാട്ടുന്നു. സ്വന്തം പിതാവിനെ പോലും അവിശ്വസിക്കുന്ന മക്കൾ ആധാരം കിട്ടിയിട്ടും അത് ഭദ്രമായി കൂട്ടിവെക്കുന്നത് അച്ഛൻ മറ്റാർക്കെങ്കിലും നൽകുമോ എന്ന ഭയം കൊണ്ടാണ്. മുറിവേറ്റ വാർദ്ധക്യം എന്താണെന്ന് നോക്കാം. മക്കളുടെ സംശയബുദ്ധിയോടെയുള്ള നോട്ടം ഒരു അമ്പ് പോലെ പിതാവിൻ്റെ നെഞ്ചിൽ വന്ന് തറയ്ക്കുന്നു. ചോര പൊടിയാത്ത മുറിവുകൾ വാർദ്ധക്യത്തിലെ വലിയ നോവായി കവി അവതരിപ്പിക്കുന്നു. ഉറക്കമില്ലാത്ത രാത്രികളും തൊണ്ടയിൽ കുടുങ്ങുന്ന ചോറും തിളയ്ക്കുന്ന കണ്ണീരും ഒരു വൃദ്ധൻ്റെ
നിസ്സഹായമായ നിസ്സഹായതയാണ് വായനക്കാരിലേക്ക് മോഹൻ ചിറായി എന്ന കവി പകർന്നു നൽകുന്നത്. സ്നേഹത്തിന് പകരമായി സംശയം മാത്രം ലഭിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഇവിടെ നിഴലിക്കുന്നുണ്ട്. ചിതയും മൂലാധാരവും എന്താണെന്ന് നോക്കിയാൽ കവിയുടെ അവസാനം ദാർശനികമായ ഒരു തലത്തിലേക്കാണ് കവിത ചെന്നെത്തുന്നത്. മടുത്തുപോയ ആ മനസ്സ് സ്വയം ചിതയിൽ അലിയാൻ ആഗ്രഹിക്കുന്നു. മരണത്തിന്റെ ആ വെളുത്ത പുകയിൽ ലൗകികമായ ആധാരങ്ങളും മുന്നാധാരങ്ങളും അപ്രസക്തമാകുന്നു. അവിടെയാണ് സർവാധാരമായ മൂലാധാരം വെളിപ്പെടുന്നത്. അതായത് ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും വ്യർത്ഥമാണെന്നും ആത്മീയമായ തിരിച്ചറിവാണ് പരമമെന്നുള്ള സത്യം കവി ഓർമ്മിപ്പിക്കുന്നു. ലളിതമായ പദങ്ങൾ കൊണ്ട് ആഴമേറിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന കവിതയാണിത്. പണം മനുഷ്യബന്ധങ്ങളെ എങ്ങനെ കാർന്നു തിന്നുന്നുവെന്നും വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടത് ആഹാരത്തേക്കാൾ എന്താണ് ഉപരി ആദരവാണെന്നും മോഹൻ ചിറായി ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നു. വായനക്കാരൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അവശേഷിപ്പിക്കാൻ ഈ വരികൾക്ക് മോഹൻ ചിറായിയിലൂടെ സാധിക്കുന്നു. മോഹൻ ചിറായി എന്ന കവി അങ്കമാലിയിൽ ചിറായി എന്ന സ്ഥലത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആദ്യകാല റേഡിയോ നാടകങ്ങൾ എഴുതിയും പല വിധത്തിലുള്ള നാടകങ്ങളും എഴുതിയും വളരെ പ്രശസ്തനായ ഒരു കവിയാണ് മോഹൻ ചിറായി എന്ന അങ്കമാലിക്കാരൻ. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഏത് നമ്മൾ വായിച്ചാലും വളരെ ഹൃദ്യമാണ്. അപ്പോൾ മോഹൻ ചിറായി എന്ന കവിയുടെ കവിതയിലൂടെ ആധാരം തേടുന്നവർ എന്ന കവിതയുടെ ഉള്ളടക്കം നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി ആ കവിത നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പാടി കമന്റ് ചെയ്യൂ. എനിക്ക് കവിത പാരായണം ചെയ്യാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പാരായണം ചെയ്യാതെ. എന്നാലും അതിൻ്റെ കവിയുടെ വരികളെല്ലാം തന്നെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കണം, കേട്ടിട്ട് അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ നമസ്കാരം.